ഇപ്പോൾ അരുൺ പാറാട്ടോട് ദുബായിൽ നമ്മോടൊപ്പം ചേർന്നു. അരുൺ, ഇന്ന് എപ്പോഴായിരുന്നു ഈ മൃതദേഹം ഇങ്ങനെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്? ഷാർജ പോലീസുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സൂചനകൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ? ആത്മഹത്യ എന്ന അനുമാനത്തിലേക്കാണോ അല്ലെങ്കിൽ ആ നിഗമനത്തിലേക്കാണോ അന്വേഷണം എത്തുന്നത് ഇപ്പോൾ? സുഹേൽ, കഴിഞ്ഞ ദിവസവും ഭർത്താവ് ഈ അതുല്യെ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തുടർന്ന് പിന്നീട് കൂട്ടുകാരോടൊപ്പം മറ്റൊരു സ്ഥലത്ത്, മറ്റൊരു എമിറേറ്റിലേക്ക് പോയി അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഈ രീതിയിൽ അതുല്യെ കാണപ്പെടുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് നമ്മളോട് ബന്ധുക്കളോട് ചോദിക്കുമ്പോൾ ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം അങ്ങനെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് അതുല്യ ഇവിടെ ഷാർജയിൽ തന്നെയുള്ള ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറേണ്ടതായിരുന്നു. ആ സ്ഥാപനവുമായി നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് അറിയാൻ സാധിച്ചത് ആ സ്ഥാപന ഉടമകൾ ഈ അതുല്യയുടെ ഭർത്താവിനെ അതുല്യ ജോലിക്ക് വരാതിരുന്നപ്പോൾ എന്താണ് അതുല്യ വരാതിരുന്നത് എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതുല്യ മരിച്ചു, ആത്മഹത്യ ചെയ്തു എന്നൊരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയാണ് അവർക്ക് ലഭിച്ചത് എന്നും അപ്പോഴേ അവർക്കും അത് കേട്ടപ്പോൾ അവരും ഷോക്കായി പോയി എന്നാണ് അവർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും കഴിഞ്ഞ ദിവസം പോലും ഈ ഒരു ആത്മഹത്യ നടക്കുന്ന സമയത്ത് പോലും അതുല്യ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ എല്ലാ ദിവസവും എന്നോണം ഇത്തരത്തിലുള്ള മർദ്ദനം ഉണ്ടാകാറുണ്ട് എന്നാണ് സഹോദരി അടക്കമുള്ള ബന്ധുക്കൾ പരാതിപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഷാർജ പോലീസിന് മുൻപൊരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നുവെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ തുടർ നടപടികൾ ഏതെങ്കിലും രീതിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് വരും മണിക്കൂറുകളിൽ ലഭിക്കുമെന്ന് തന്നെ കരുതാം. അതായത് അരുൺ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ പറയുന്ന ഈ ദിനം മാത്രമാണ് ഭർത്താവ് സതീശ വീട്ടിലെത്തുന്നതാണോ മനസ്സിലാക്കേണ്ടത്? കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ അതുല്യെ മർദ്ദിച്ച ശേഷം സുഹൃത്തുക്കളോടൊപ്പം പുറത്തുപോയ സതീഷ് ഇന്നാണോ തിരികെ വരുന്നത്? അതെ. ആ ദിവസം മരണ ദിവസം പുറത്തുപോയി പിറ്റേ ദിവസം പുലർച്ചയ്ക്കാണ് സതീഷ് വീട്ടിലേക്ക് എത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സമയത്താണ് ഈ അതിന്റെ മരിച്ച കണ്ടെത്തിയതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ സതീഷ് 1.5 വർഷം മുൻപാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇരുവരുമുള്ള പ്രശ്നം നാട്ടിലടക്കം നാട്ടിലുള്ള ആളുകൾ എല്ലാവരും തന്നെ ബന്ധപ്പെട്ട് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും പിന്നീട് നിരവധി തവണ വീട്ടുകാരെ അടക്കം അതിന്റെ ഇത്തരത്തിലുള്ള നിരന്തര പീഡനം ഏൽപ്പിക്കുന്നുണ്ട് എന്ന രീതിയിൽ പറഞ്ഞതായി വീട്ടുകാരും പറയുന്നുണ്ട്. ബന്ധുക്കളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അതുല്യയുടെ മൃതദേഹം ഇപ്പോൾ ഷാർജയിലുള്ള ആശുപത്രിയിലെ മോർച്ചറിയിൽ ആണ് ഉള്ളത്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ ഇവിടെ അവധിയാണ്. മറ്റന്നാൾ ഈ ഒരു നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ മൃതദേഹം നാട്ടിലെത്തിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനും സാധിക്കുകയുള്ളൂ.